പണ്ട് സ്കൂളിൽ പോകുന്ന വഴിക്കൊരു ബേക്കറി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്ന ടൈമിലായിരിക്കും അവിടെ ബണ്ണും ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന മണം വരിക. അന്നേ ആ ബ്രെഡിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും കുറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് നമ്മളിന്ന് ബണ്ണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാൽ ഒഴിക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഒരു ഗ്ലാസ് മൈദയും കുറച്ച് ഉപ്പും ഒരു സ്പൂണോളം ഈസ്റ്റും പിന്നെ ഒരു വലിയ സ്പൂൺ നിറയെ ബട്ടറും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ആക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു 10-15 മിനിറ്റ് നമ്മുടെ മാവ് നല്ലോണം കുഴച്ച് റെഡിയാക്കിയിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മാവ് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാവ് ഒന്നും കൂടെ ഒന്ന് കുഴച്ച് റെഡിയാക്കിയിട്ട് നമ്മുടെ ബണ്ണിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മാവ് എടുത്തിട്ടുള്ളൂ. അത് കാരണം ഏകദേശം ഒരു 2 ബണ്ണിനുള്ളതേ നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് കയ്യിലൊന്നും കൂടെ ശരിയാക്കിയിട്ട് നമ്മളൊരു ബണ്ണിൻ്റെ ഷേപ്പ് ആക്കിയെടുക്കുകയാണ്. ഇനി നമ്മൾ ഓവനിലൊന്നല്ല ബേക്ക് ചെയ്യാൻ പോണത്, ഒരു കുക്കറിൽ പാത്രം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടി നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ബട്ടർ എടുത്തിട്ട് എല്ലാ സൈഡിലും ഒന്നും ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ബണ്ണ് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കുകയാണ് കേട്ടോ. ഇനി ഇതാ നമ്മുടെ കുക്കർ അടുപ്പിലേക്ക് വെക്കുകയാണ്. അതൊരു പഴയ കുക്കറാണ് കേട്ടോ. പുതിയ കുക്കറായാലും കുഴപ്പമില്ല, ചൂട് നല്ല കട്ടിയുള്ള കുക്കറാവണേ. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു റൗണ്ട് ഉണ്ടല്ലോ അത് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മുടെ ഈ പാത്രം വെക്കണത്. എന്നിട്ടൊരു 10-15 മിനിറ്റോളം ഒന്ന് മൂടി വെക്കുകയാണ് കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുമ്പോൾ അതാ നമ്മുടെ ബണ്ണ് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് സോഫ്റ്റ് ആവാനായിട്ട് മേലെ കുറച്ച് ബട്ടർ ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ ആക്കുമ്പോൾ സൂക്ഷിക്കണം, കൈ പൊള്ളരുത് കേട്ടോ. അങ്ങനെ അതാ 10-15 മിനിറ്റിന് ശേഷം നമ്മുടെ ബണ്ണ് റെഡിയായി വന്നിട്ടുണ്ട്. പൊളിച്ച് നോക്കുമ്പോൾ നമ്മുടെ ബണ്ണിൻ്റെ ഉള്ളിലത്തെ പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളൊരു ചായയൊക്കെ ഉണ്ടാക്കി ബണ്ണ് കഴിക്കും.